ഒന്നും ഒരിക്കൽ പോയതിൽ പേട്ടാ എന്ത് സീറ്റ് ബെൽറ്റ് കണ്ടിട്ട് വണ്ടി മേജർ ആക്സിഡൻ്റ് ആയത് കണ്ടുപിടിക്കാൻ പറ്റുന്ന പിന്നെ എന്ത് പറഞ്ഞ് വണ്ടിയുടെ മോഡൽ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന അതും സീറ്റ് ബെൽറ്റ് കണ്ടിട്ട്. അതേടെ കണ്ടാ എനിക്കെന്താ ഒരു വിശ്വാസമില്ലാത്ത പോലെ നമ്മളെ വണ്ടിയുടെ മാനുഫാക്ചറിങ് മന്ത് ചെയ്ത് പിന്നെ വണ്ടിക്ക് മേജർ ആക്സിഡൻ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളെ ഈ വെറും സീറ്റ് ബെൽറ്റ് കൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കണ്ടോ, സീറ്റ് ബെൽറ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വലിക്കുമ്പോൾ ഇത് ഇത്രയും ലെങ്ത്തിൽ വരില്ലേ. ഇവിടെ എന്തെങ്കിലും ഫ്ലഡ് എഫക്റ്റഡ് ആയ വണ്ടികളല്ല, ഇവിടെ അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എത്ര നീറ്റായിട്ട് ക്ലീൻ ചെയ്താലും അത്ര പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആവണമെന്നില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഉള്ള എവിടെയെങ്കിലും പെട്ടുപോയി വിചാരിക്കുക. എന്നിട്ട് ഇതാ ഇതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നമ്മൾ വണ്ടി നമുക്ക് തന്നെ തള്ളാൻ പറ്റും. ഇത് നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ താഴത്തെ ഏരിയ, ഫ്രണ്ട് സൈഡ് സീറ്റ് ബെൽറ്റാണ്. എല്ലാ സീറ്റ് ബെൽറ്റും ഉണ്ടാവും. താഴത്തെ ഏരിയയിൽ ഒരു ടാഗ് ഉണ്ട്. ഈ ടാഗിൽ ഈ വണ്ടിയുടെ മാനുഫാക്ചറിങ് ഏതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല. എൻ്റെ വണ്ടിയാണെങ്കിൽ 3/11/16 മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മേജർ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പില്ലറിൻ്റെ ഏരിയയൊക്കെ അടിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് പോയി വിചാരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ഏരിയ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ 2014 എൻ്റെ വണ്ടി ചിലപ്പോൾ 2020 മേജർ ആക്സിഡൻറ്റ് ആവുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സ്ട്രിപ്പ് മാറ്റിക്കഴിഞ്ഞാൽ 2016 സ്ട്രിപ്പ് കിട്ടില്ല. അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് ആ കറണ്ട് മാനുഫാക്ചറിങ് ഏതാണോ അതിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വണ്ടിയുടെ ബാക്കി എല്ലാ സീറ്റ് ബെൽറ്റിൻ്റെ ഏരിയകളിലും ഇതുകൊണ്ട് ഇതിപ്പോൾ കണ്ടോ ഇവിടെയുണ്ട്. ഇത് ബാക്കിയുള്ള എല്ലാ ഏരിയകളിലും 16ഉം ഇപ്പോൾ ഈ ഒരു ഏരിയ മാത്രം 20 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതനുസരിച്ച് നമുക്ക് മേജർ ആക്സിഡൻറ്റ് ആയതാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റാതെ ലോക്കായി പോകുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഫയർ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സിറ്റുവേഷനിൽ സീറ്റ് ബെൽറ്റ് ഊരിയിട്ട് ആ ഹുക്ക് കൊണ്ട് നമ്മുടെ ഗ്ലാസ് നോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ആവും. ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പുറത്ത് പോകാൻ പറ്റും. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പലർക്കും അതറിയില്ല. ഇനിഷ്യലി വണ്ടിയൊക്കെ മേടിച്ചവരാണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന രീതിയിൽ താഴോട്ടും മുകളിലോട്ടും ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.